ദ പ്രൊജക്ഷൻ E1 പാരലൽ ടു E2 എന്ന് പറയണമെങ്കിൽ നമുക്ക് 3 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പി റെസ്ട്രിക്റ്റഡ് E1 എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ഓഫ് E1 ആവുക, അഥവാ PX = X ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, E1 പാരലൽ ടു E2ൻ്റെ ഒരു പ്രോപ്പർട്ടിയാണെന്ന് പറയും. ഓക്കെ, പി റെസ്ട്രിക്റ്റഡ് E1 എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ഓഫ് E1 ആണ്. എന്ന് വെച്ചാൽ നമ്മൾ E1 എന്ന ഒരു എക്സ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരിക, അതിൻ്റെ പ്രൊജക്ഷൻ ചെയ്യുമ്പോൾ PX = X തന്നെ കിട്ടുക, ഐഡൻറ്റിറ്റി തന്നെ കിട്ടുക. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മൾ I-Pനെ Q ആയിട്ട് എടുക്കുക. ഈ Q ഒരു പ്രൊജക്ഷൻ ആണെങ്കിൽ ഇമേജ് ഓഫ് P = കേർണൽ ഓഫ് Q ആയിരിക്കും. കേർണൽ ഓഫ് P എന്ന് പറയുന്നത് ഇമേജ് ഓഫ് Q ആയിരിക്കും. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് E1 ഡയറക്റ്റ് സം E2 എന്ന് പറയുന്നത് E ആവുക, അഥവാ E1 ഇമേജ് ഓഫ് Pയും E2 കേർണൽ ഓഫ് P ആണെങ്കിൽ E1 + E2 E ആവുക, E1 ഇൻ്റർസെക്ഷൻ E2 0 ആവുക. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ദ പ്രൊജക്ഷൻ ഓൺ ടു E1 പാരലൽ ടു E2 എന്ന് പറയും. ഓക്കെ, ദ പ്രൊജക്ഷൻ ഓൺ ടു E1 പാരലൽ ടു E2. മൂന്ന് പ്രോപ്പർട്ടീസ് അതിന് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത് ഐഡൻറ്റിറ്റി ആവുക. നമ്മൾ E1 എന്ന് ഒരു എക്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ PX എന്ത് കിട്ടുക, എക്സ് കിട്ടുക. പി റെസ്ട്രിക്റ്റഡ് E1 ഐഡൻറ്റിറ്റി ഓഫ് E1 വരിക. പിന്നെ ഇമേജ് ഓഫ് P കേർണൽ ഓഫ് Qക്കും കേർണൽ ഓഫ് P ഇമേജ് ഓഫ് Qക്ക് ഈക്വൽ ആവുക. പിന്നെ E1 E2 ഇമേജ് ഓഫ് P എന്നും കേർണൽ ഓഫ് P എന്നും എടുക്കുകയാണെങ്കിൽ അതിന് സം ചെയ്താൽ E കിട്ടുക, ഇൻ്റർസെക്ഷൻ എടുത്താൽ 0 കിട്ടുക. ഈ 3 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്താലാണ് നമ്മൾ എന്ത് പറയാം, പ്രൊജക്ഷൻ എന്ന് പറയുന്നത് E1 പാരലൽ ടു E2 എന്ന് പറയാം.